എവരിവൺ, റോഹക് ട്രക്ക് ആൻഡ് ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും നമ്മൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലാണ് ഉള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇവിടുത്തെ മോർണിംഗ് സഫാരിന്റെ വിശേഷങ്ങളായിരുന്നു ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ അതേ ദിവസം തന്നെ ചെയ്ത ഈവനിങ് സഫാരിന്റെ കാഴ്ചകളാണ് ഷെയർ ചെയ്യുന്നത്. രാവിലത്തെ മഴക്കാറും മൂടലും ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് വലിയ വെയിലൊന്നുമില്ല. സൂര്യൻ പതുക്കെ അസ്തമിക്കാൻ തുടങ്ങി. കണ്ടിട്ട് ഇന്ന് പെട്ടെന്ന് തന്നെ ഇരുട്ട് വീഴാനുള്ള ചാൻസ് ഉണ്ട്. കാടൊന്നാണെങ്കിലും ഇപ്പൊ നമ്മൾ പോകാൻ പോകുന്ന റൂട്ട് ഡിഫറെന്റ് ആണ്. രാവിലെ നമ്മൾ കുറച്ചു ദൂരം റോഡിലൂടെ സഞ്ചരിച്ചിട്ടായിരുന്നു കാട്ടിലേക്ക് കയറിയത്. ഇതിപ്പം സഫാരി സെന്ററിന്റെ സൈഡിലുള്ള റോഡിലൂടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ സൈറ്റിംഗ് എന്തായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു. ഈ ഭാഗത്താണെങ്കിൽ മാനുകളെ പോലും കാണാനില്ല. ഈ മരത്തിലിരിക്കുന്നതൊക്കെ വൈറ്റ് റംഡ് വൾച്ചേഴ്സ് ആണ്. നമ്മൾ ഈ ചുട്ടിക്കഴുകൻ എന്ന് വിളിക്കുന്ന കഴുകൻ. ഈ കഴുകനും മരത്തിനും ഏകദേശം ഒരേ കളറാണ്. പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവുകയില്ല. ഇവരാണെങ്കിൽ സ്റ്റാച്ചു പോലെ വലിയ മൂവ്മെന്റ് ഒന്നും ഇല്ലാതെ അനങ്ങാതെ ഇരിക്കുകയാണ്. ഇടയ്ക്ക് മാത്രം തലയൊന്ന് അനക്കും. ഇന്ത്യയിൽ മൊത്തത്തിൽ 9 സ്പീഷീസ് ഓഫ് വൾച്ചേഴ്സ് ആണ് ഉള്ളത്. അതിൽ 4 സ്പീഷീസ് ക്രിറ്റിക്കലി എൻഡേഞ്ചേർഡ് കാറ്റഗറിയിലാണ് വരുന്നത്. ബന്ദിപ്പൂർ ടൈഗർ റിസർവിൽ ഇവിടെ നമുക്ക് മെയിനായിട്ട് 4 തരം വൾച്ചേഴ്സിനാണ് കാണാൻ സാധിക്കുക. ഒന്ന് ഈ ഇരിക്കുന്ന വൈറ്റ് റംഡ് വൾച്ചർ, പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട റെഡ് ഹെഡഡ് വൾച്ചർ, പിന്നെ ഇന്ത്യൻ വൾച്ചറും ഈജിപ്ഷ്യൻ വൾച്ചറും. ഇവിടെയുള്ള ഈ വൾച്ചറും പിന്നെ റെഡ് ഹെഡഡ് വൾച്ചറും വളരെ പെട്ടെന്നാണ് ലീസ്റ്റ് കൺസേൺ കാറ്റഗറിയിൽ നിന്ന് ക്രിറ്റിക്കലി എൻഡേഞ്ചേർഡ് കാറ്റഗറിയിലേക്ക് എത്തിയത്. അതിന്റെ റീസൺ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ റിവേഴ്സ് പോകുന്നതേ പെട്ടെന്നൊന്നും കാണാൻ പറ്റാത്ത രീതിക്ക് ഒരാൾ അവിടെ ഒളിച്ചു കിടക്കുന്നുണ്ടായിരുന്നു. ഒരു കാട്ടുപോത്താണ്, ഇന്ത്യൻ ഗോർ. ഇങ്ങനെ കടന്നാൽ നമുക്കതിനെ കാണാൻ പറ്റില്ല എന്ന് ഫുള്ള് കോൺഫിഡൻസിലാണ് ആളവിടെ കിടക്കുന്നത്. ആ കാട്ടുപോത്തിനെ കാണുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ദൂരെ ഒരു ആനയെ കണ്ടിരുന്നു. പക്ഷെ പിന്നീട് കാട്ടുപോത്തിനൊക്കെ ഷൂട്ട് ചെയ്ത് വന്നപ്പോഴേക്കും അതിനെ അവിടെയൊന്നും കാണാനുണ്ടായിരുന്നില്ല. അത് പെട്ടെന്ന് വേറെ എങ്ങോട്ടെങ്കിലും മാറിയിട്ടുണ്ടാവണം. അങ്ങനെ നോക്കി വരുമ്പോഴാണ് ദൂരത്ത് ഞങ്ങൾ ഒരു ആനയെ കണ്ടത്. ആന വളരെ പെട്ടെന്നായിരുന്നു നമ്മുടെ നേരെ ചാർജ് ചെയ്ത് വന്നത്. നമ്മുടെ ജീപ്പ് കണ്ടതും പെട്ടെന്ന് തിരിഞ്ഞ് നല്ല സ്പീഡിൽ നമ്മുടെ ജീപ്പിന്റെ നേരെ ഓടി വരികയായിരുന്നു. പിന്നീട് നല്ല ഒച്ചത്തിലൊരു സൗണ്ടും ഉണ്ടാക്കി. എനിക്ക് ശരിക്കും ആന ഒന്നും കൂടി അടുത്തേക്ക് വരണമെന്നുണ്ടായിരുന്നു. പക്ഷെ അത് അവിടെ തന്നെ നിന്നു. ശരിക്കും ഇങ്ങനത്തെ ഇൻസിഡന്റ് ഒക്കെ നടക്കുമ്പോൾ നമുക്ക് ആ കിട്ടുന്ന ഒരു ഫീല് അതൊരിക്കലും നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ തന്നെ വേണം. ആ ആന ചാർജ് ചെയ്ത സമയത്ത് അതിന്റെ ഹേർഡ് എങ്ങാനും അടുത്തുണ്ടോ എന്ന് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പൊ എനിക്ക് വേറെ ആനകളെ ഒന്നും അങ്ങനെ അടുത്ത് കാണാൻ സാധിച്ചില്ല. ഞാൻ എന്നാലും ഈ പിടിയാന എന്താണ് പെട്ടെന്ന് നമ്മുടെ നേരെ ചാർജ് ചെയ്ത് വന്നതെന്നും ഇതെന്താ ഇവിടെ ഒറ്റയ്ക്കെന്ന് ആലോചിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു പാസഞ്ചർ ആ സൈഡിലേക്ക് കൈ ചൂണ്ടി കാണിച്ചത്. ഈ ഹേർഡിൽ വളരെ ചെറിയ 2 ആനക്കുട്ടികളുണ്ട്. അതാവും ഈ ആന നമ്മുടെ നേരെ ചാർജ് ചെയ്ത് വന്നത്. ഈ ആന ചാർജ് ചെയ്ത സമയത്ത് വണ്ടിയിലുണ്ടായിരുന്ന ആരും തന്നെ അങ്ങനെ പാനിക് ആവുകയോ സൗണ്ട് ഉണ്ടാക്കുകയോ ഒന്നും ചെയ്തില്ല. നമ്മുടെ വണ്ടിയിൽ 2 ചെറിയ കുട്ടികളുണ്ടായിരുന്നു. അവരും അത്യാവശ്യം ഓക്കെ ആയിട്ടാണ് ഇരുന്നത്. ചില ആൾക്കാരൊക്കെ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ വളരെയധികം പാനിക് ആവുകയും സൗണ്ട് ഉണ്ടാക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഇതാട്ടോ ഹേർഡിലെ ആ 2 ചെറിയ ആനക്കുട്ടികള്. നല്ല ക്യൂട്ടായിട്ടില്ലേ ഇവരെ കാണാൻ. കൂട്ടത്തില് വേറൊരു ആനക്കുട്ടിയും കൂടി ഉണ്ട്.
പക്ഷെ അത് ഇവരെക്കാട്ടും കുറച്ചും കൂടി വലുതാണ്. ഇവരിങ്ങനെ പുല്ല് തിന്ന് നടക്കുന്ന കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട്. ആ പുല്ലൊരു പ്രത്യേക രീതിക്ക് അവർ വായിൽ വച്ചേക്കുന്നതും അത് കാണാൻ തന്നെ ഒരു രസമുണ്ട്. ആ ആന അത്യാവശ്യം നേരം അവിടെ തന്നെ നിന്നു. നമ്മുടെ ഭാഗത്തു നിന്ന് വേറെ ത്രെറ്റ് ഒന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് അത് മുന്നോട്ട് മൂവ് ചെയ്തത്. അതിന്റെ പുറകെ വരിവരിയായിട്ട് മറ്റാനകളും ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് വന്നു. ഈ ആനകളെ ശ്രദ്ധിച്ചു നോക്കിയാൽ അവർക്ക് നമ്മുടെ പ്രസൻസ് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്ന് അറിയാം. എല്ലാ ആനകളും നമ്മുടെ ജീപ്പിന്റെ ഭാഗത്തേക്ക് നോക്കിയിട്ടാണ് പോകുന്നത്. അതിൽ പിന്നിൽ വരുന്ന ഒരു ആന ഒരു പോസൊക്കെ ഇട്ടതിന് ശേഷമാണ് അവിടെ നിന്ന് മൂവ് ചെയ്തത്. നമ്മൾ രാവിലെ കണ്ട ആനക്കൂട്ടങ്ങളെല്ലാം വളരെ കാമായിരുന്നു. നമ്മുടെ സഫാരി ജീപ്പിനെ അവര് മൈൻഡ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഈ ആനക്കൂട്ടം അവര് കുറച്ച് പാനിക്ഡ് ആയിരുന്നു. നമ്മുടെ പ്രസൻസ് അവരെ വല്ലാതെ ബോധർ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീപ്പിന്റെ അടുത്തൊന്നും അവർ അങ്ങനെ വന്ന് നിന്നില്ല. അത് പെട്ടെന്ന് തന്നെ മാറിപ്പോവുകയായിരുന്നു. ഡ്രൈവർ നമുക്ക് ബന്ദിപ്പൂർ ടൈഗർ റിസർവിനെ പറ്റി പറഞ്ഞു തരികയാണ്. ഇവിടെ നിന്ന് നമുക്ക് ബന്ദിപ്പൂർ ടൈഗർ റിസർവും മുതുമല ടൈഗർ റിസർവും കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ വന്നേക്കുന്ന സഫാരിൻ്റെ ടെറൈൻ കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആണ്. രാവിലെ നമ്മൾ പോയ സ്ഥലമെല്ലാം നല്ല നിരന്ന പ്രദേശമായിരുന്നു. ഈ ഒരു ഭാഗത്തെ സഫാരിയിൽ നമ്മൾ ചെറിയ കുന്നുകളൊക്കെ കയറി ഇറങ്ങിയാണ് പോകുന്നത്. ഇതൊരു പുള്ളിച്ചുണ്ടൻ താറാവാണ്. ഒരെണ്ണം അപ്പുറത്തുമുണ്ട്. ഇന്ത്യൻ സ്പോട്ട് ബിൽ ഡക്ക്. ഇതിന്റെ ചുണ്ടിന്റെ അടുത്തുള്ള റെഡ് സ്പോട്ട് കാരണമാണ് ഇതിനെ സ്പോട്ട് ബിൽ ഡക്ക് എന്ന് വിളിക്കുന്നത്. ഇതങ്ങനെ വെള്ളത്തിൽ പോകുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ? ഇതിലും ഭംഗിയാണ് ഇത് പറക്കുന്നത് കാണാൻ. ഇതിന്റെ വിങ്സിന്റെ ഭാഗത്തൊരു പച്ച കളറുണ്ട്. അത് പറക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാ.
അടുത്ത് ഞങ്ങൾക്ക് കിട്ടിയ ഒരു സൈറ്റിംഗ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സൈറ്റിംഗ് ആയിരുന്നു. അതിപ്പം കാട്ടിലേക്ക് കയറുമ്പോൾ എല്ലാ സൈറ്റിങ്ങും സർപ്രൈസ് അല്ലേ എന്ന് ചോദിച്ചാൽ അതെ. പക്ഷെ എന്നാലും ചിലപ്പോഴൊക്കെ നമ്മൾ ആനയോ കാട്ടുപോത്തിനെയോ ഒക്കെ കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കും. ബന്ദിപ്പൂരൊക്കെ വരുമ്പോൾ നമ്മുടെ പ്രതീക്ഷ കടുവയും പുലിയും ഒക്കെയാണ്. എന്നാൽ ഇതൊന്നും അല്ലാത്ത ഒരു സൈറ്റിംഗ് ആയിരുന്നു നമുക്ക് അടുത്തത് കിട്ടിയത്. ആ റോഡിന്റെ സൈഡിലായിട്ട് കിടക്കുന്നത് എന്താന്ന് കണ്ടോ? ഇന്ത്യൻ റോക്ക് പൈത്തൺ, പെരുമ്പാമ്പ്. ഈ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോവുകയായിരുന്നു. പകുതിയും ക്രോസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിന്റെ തല കാണാൻ പറ്റിയില്ല. എന്നാലും നമ്മുടെ ഈ സഫാരി നമുക്ക് വളരെ അടുത്ത് തന്നെ ഇതിനെ കാണാൻ സാധിച്ചു. ഈ ഇന്ത്യൻ റോക്ക് പൈത്തണിനെ ഇന്ത്യൻ പൈത്തൺ എന്നും ഏഷ്യൻ റോക്ക് പൈത്തൺ എന്നും ബ്ലാക്ക് ടെയിൽ പൈത്തൺ എന്നും നമ്മൾ വിളിക്കാറുണ്ട്. മലയാളത്തിൽ പെരുമ്പാമ്പെന്നും മലമ്പാമ്പെന്നും ഒക്കെ പറയാറുണ്ട്. ഇതൊരു നോൺ വെനമസ് സ്നേക്കാണ്, അതായത് ഇതിന് വിഷമില്ല. ഈ ഇരിക്കുന്നത് ഒരു സർപ്പന്റ് ഈഗിളാണ്, ചുട്ടിപ്പരുന്ത്. ഇതിന് അത്യാവശ്യം കോമൺ ആയിട്ട് തന്നെ കാണാൻ സാധിക്കുന്ന ഒരു ഈഗിളാണിത്. നമുക്കിന്ന് ചുട്ടിപ്പരുന്തിനെയും ചുട്ടിക്കഴുകനെയും കാണാൻ സാധിച്ചു. ഡ്രൈവർ നമ്മളെ നല്ല കടുവയുടെ ഫ്രഷ് പക്മാർക്ക് കാണിച്ചു തന്നു. ആള് പറഞ്ഞത് കടുവ ഇതിലൂടെ പാസ് ചെയ്തിട്ട് അധികം നേരം ആയിട്ടില്ലെന്നാണ്. ഞങ്ങൾ ഈ ഭാഗത്തൊക്കെ നല്ലോണം ശ്രദ്ധിച്ചു നോക്കി. പക്ഷെ ഇന്ന് നമുക്ക് കടുവയെ കാണാനുള്ള ഭാഗ്യമില്ലെന്ന് തോന്നുന്നു. നമ്മുടെ ഈ സഫാരി ഏകദേശം തീരാറായി. ഇനി ഞങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. നമ്മുടെ ഈ ബ്ലോഗിൻ്റെ തുടക്കം മുതൽ നിങ്ങൾ കാണുന്നത് ഫുള്ള് ഗ്രീനായിട്ടായിരിക്കും. ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന, ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന വലിയൊരു വിപത്തുണ്ട്. ഇവിടെ ഈ കൊങ്ങിണിച്ചെടിയും കമ്മ്യൂണിസ്റ്റ് പച്ചയൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇതിപ്പം പൂവൊക്കെ ഇട്ട് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷെ ഇവിടെ ഈ കാടിനെ ഇത് ഭയങ്കരമായി പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ആ ആനക്കൂട്ടം ക്രോസ് ചെയ്ത് നമ്മുടെ ജീപ്പിന്റെ സൈഡിൽ കൂടി പോയ സമയത്ത് അവിടെ നിറയെ കമ്മ്യൂണിസ്റ്റ് പച്ചയും മഞ്ഞക്കൊന്നയായിരുന്നു. പിന്നെ നമ്മൾ വന്ന വഴിയുടെ രണ്ട് സൈഡിലും ഇഷ്ടം പോലെ കൊങ്ങിണി ചെടികളും ഉണ്ട്. ഈ ചെടികൾ വളരെ പെട്ടെന്ന് വളരുക മാത്രമല്ല, ഇവിടെ സ്വാഭാവികമായി വളരുന്ന പുല്ലുകളെ ഇല്ലാതാക്കുകയാണ്. ഇപ്പം വളരെ ഹോട്ട് ടോപ്പിക്കായി എല്ലായിടത്തും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണല്ലോ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ്. ബന്ദിപ്പൂരിന്റെ പുറത്തും ടൈഗേഴ്സ് ഉണ്ട്. അതിൻ്റെ ഒരു കാരണം സഫാരിയാണെന്നും പറയുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടുത്തെ സഫാരിയൊക്കെ നിർത്തി വച്ചിട്ടുള്ളത്. ഇവിടെ സ്വാഭാവികമായി വളരുന്ന പുല്ലുകളെല്ലാം കുറഞ്ഞു വരുന്നത് കൊണ്ട് പ്രേ ആനിമൽസ് ഇവിടെ നിന്ന് പുറത്തേക്കോ മാറി വേറെ സ്ഥലത്തേക്കോ പോകുന്നതും ഒരു പക്ഷേ ടൈഗേഴ്സ് ഇങ്ങനെ മാറിപ്പോകുന്നതിന് കാരണമാകാം. ഇതിങ്ങനെ നിൽക്കുന്നതിൻ്റെ അർത്ഥം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒന്നും ചെയ്യുന്നില്ല എന്നല്ല.
അവർ ചെയ്യുന്നുണ്ട്. അവർ വളരെ വിഗ്രസ് ആയിട്ട് തന്നെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഈ കൊങ്ങിണിച്ചെടിയെ കട്ട് ചെയ്ത് ഫയർവുഡ്സ് ആക്കി ലോക്കൽ കമ്മ്യൂണിറ്റീസിന് കൊടുക്കുന്നുണ്ട്. അതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനെ കട്ട് ചെയ്ത് പൾവറൈസ് ചെയ്ത് പിന്നെ അതിനെ ഒരു ഹൈ ഡെൻസിറ്റി ഫ്യൂവൽ ബ്രിഗേഡ്സ് ആക്കി കൺവേർട്ട് ചെയ്യും. അതായത് ഈ കൊങ്ങിണിച്ചെടിയെ മുറിച്ച് അതിനെ നല്ലപോലെ പൗഡർ പരുവത്തിലാക്കി പിന്നെ അതിനെ സോളിഡിഫൈ ചെയ്ത് നമ്മൾ സാധാരണ കത്തിക്കാൻ ഉപയോഗിക്കുന്ന ഫയർവുഡ്സ് പോലെയാക്കും. അതുമാത്രമല്ല, ഇപ്പോൾ ചില കോർപ്പറേറ്റ് കമ്പനീസ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ കൂടെ ഒരുമിച്ച് ചേർന്ന് ഫോറസ്റ്റ് ലാൻഡിൽ നിന്ന് ഈ ഇൻവേസീവ് പ്ലാന്റ്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി MOU സൈൻ ചെയ്യുന്നുണ്ട്. എന്നാലും ഈ സഫാരിയിലൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ഇൻവേസീവ് പ്ലാന്റ്സിനെ കാണാം. അങ്ങനെ നമ്മൾ റോഡിലേക്ക് കയറി. നമ്മുടെ സഫാരി കഴിഞ്ഞു എന്ന് വിചാരിച്ചപ്പോഴാണ് കുറച്ച് നാളുകളായി ബന്ദിപ്പൂർ റോഡിലൂടെ പോകുന്ന വണ്ടികളെ വിറപ്പിക്കുന്ന ആളുടെ എൻട്രി. മൂപ്പര് ഇവിടെ ഉണ്ടെങ്കിൽ മൂപ്പർക്ക് ഹഫ്ത കൊടുക്കാതെ ലോറികൾക്ക് ഇതിലൂടെ പോകാൻ കുറച്ച് പാടാണ്. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇത് കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് പോകുന്ന റൂട്ടാണ്. ഈ റൂട്ടിൽ അധികവും ലോറികൾ കാലിയായിട്ടാണ് പോകാറ്. തിരിച്ചുള്ള വഴി കുറച്ചപ്പുറത്താണ്. അവിടെയാണ് ആൾ ഈ വൈകുന്നേര സമയങ്ങളിൽ നിൽക്കാറ്. ഇന്ന് നമുക്കിവിടെ കാണാൻ പറ്റി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. കറണ്ട് അപ്ഡേറ്റ്സിനായിട്ട് ഞങ്ങളുടെ Instagram ID കൂടി ഒന്ന് ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.